ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചേട്ടായി ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ കുറച്ച് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 13 എടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്ത് ഒരു 3 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 1.5 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ, കറി കുറുക്കിയെടുക്കാനാണ്. അപ്പോൾ ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അത് അടുപ്പിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുക്കാം, ഒരു നുള്ളു ജീരകം, മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് നല്ല മഷി പോലെ അരച്ച് നമുക്ക് എടുക്കാം. ദേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അരപ്പ് എല്ലാ മാങ്ങയിലും പിടിക്കാൻ വേണ്ടിയിട്ട്. മധുരവും പുളിയും ഒക്കെ ചേർന്നതാണല്ലോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈര് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പോൾ അതടിച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. വത്തലമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത്തിരി കഴിക്കാനായിട്ട് ചോറ്, മാമ്പഴ പുളിശ്ശേരി, ബീൻസ് മെഴുക്ക് പുരട്ടി, അയല വറുത്തത്, മാങ്ങ അച്ചാർ, കടല. അയ്യോ, കറണ്ട് പോയി. സമയമായപ്പോഴേക്കും കറണ്ട് പോയി വന്നു. കുറച്ച് മാങ്ങയും ചോറും കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരുപാട് നാളായി കേട്ടോ ഞാൻ ഈ ഒരു കറി വെച്ചിട്ട്. ഇപ്പോഴാണ് ഞാൻ ഈ കറി വെക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ചാറ് കഴിക്കുന്നതിനേക്കാളും ആ ഒരു മാമ്പഴം എടുത്ത് നമ്മൾ ചൂമ്പി കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു മധുരവും ചെറിയ പുളിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. 2-3 അവർ കഴിച്ചത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.